ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ശിരൂർ ദൗത്യം തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആദ്യമായി കേൾക്കുന്നത്. അതിന് മുന്നേ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിലും ഈ നാട്ടിലും കർണാടകത്തിലും ഇന്ത്യയിൽ മൊത്തമായിട്ട് അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ വളരെ ശ്ലാഘനീയം തന്നെയാണ്. ശിരൂർ ദൗത്യം തുടങ്ങിയതിന് ശേഷം ഏകദേശം അത് തീരുന്നത് വരെ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ മനാഫ് ഖാനെ പറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ നാട്ടുകാരെ എല്ലാവരെയും അറിയിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നമുക്ക് വളരെ ഒരു ഉന്മേഷവും അതുപോലെ തന്നെ ആവേശവും തന്നിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഒന്നാണ് ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന വ്യക്തി. ജലത്തിനാൽ മുറിവേറ്റ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ ജീവനോടെ ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മൃതശരീരമെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കാൻ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈശ്വർ മാൽപ്പെ. അദ്ദേഹം 10-25 വർഷങ്ങളായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശിരൂർ ദൗത്യം തുടങ്ങിയതിന് ശേഷം തുടക്കത്തിൽ തന്നെ അതിനൊരു എവിഡൻസ് ഫസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ജാക്കി എന്ന് പറയുന്ന ഒരു എവിഡൻസ് ഫസ്റ്റ് വെള്ളത്തിൽ നിന്ന് കണ്ടെത്തുന്നത് ഈശ്വർ മാൽപ്പെ എന്ന വ്യക്തിയാണ്. അപ്പോൾ 12 ദിവസം ശിരൂർ അപകടം കഴിഞ്ഞതിന് ശേഷം 12 ദിവസത്തിന് ശേഷമാണ് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയെ വിളിക്കുന്നത്. അദ്ദേഹം SP ഫോൺ കൊടുത്ത് SP ഈശ്വർ മാൽപ്പയെ നേരിട്ട് വിളിച്ചിട്ട് പറയുന്നു, ഇംഗ്ലീഷിലാണ് പറയുന്നത്, ഈശ്വർ മാൽപ്പെ പറയുന്നത് ടുമാറോ കമ്മിങ്. അപ്പോൾ അന്ന് രാത്രി ഏതോ ഒരു മൃതശരീരം വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഈശ്വർ മാൽപ്പെ നേരിട്ട് അർജുൻ്റെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് യാത്ര വരികയാണ്. അവിടെ വന്ന് ഈശ്വർ മാൽപ്പെ പറയുന്നത് അദ്ദേഹം വരുന്നത് ഒരു ഫ്രീ സർവീസ് ആയിട്ടാണ്. അതാണ് ഏറ്റവും ഒരു ശ്ലാഘനീയമായ കാര്യമെന്ന് പറയുന്നത്. ഇത്രയും ഒരു അപകടം പിടിച്ച ഒരു ജോലി ഒരു പ്രതിഫലം വാങ്ങാതെയാണ് അദ്ദേഹം ചെയ്തത്. അവിടെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അവിടുത്തെ SP ജില്ലാ കളക്ടർ ഈശ്വർ മാൽപ്പയോട് ചോദിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ ഈശ്വർ മാൽപ്പെ പറയുന്നു, സർട്ടിഫിക്കറ്റ് ഞാനിങ്ങനെ കഴുത്തിലിങ്ങനെ തൂക്കിയിട്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഈശ്വർ മാൽപ്പെ ജില്ലാ കളക്ടർക്ക് എഴുതി കൊടുക്കുകയാണ്. ഞാൻ വെള്ളത്തിലിറങ്ങി എന്തെങ്കിലും പറ്റി മരണപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കോ സർക്കാരിനോ ആർക്കും തന്നെ ഇല്ല, എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമാണ് എന്ന് എഴുതി വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ടെടുത്തും കൊടുത്ത ശേഷം മാത്രമാണ് ജില്ലാ കളക്ടർ അദ്ദേഹത്തെ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി അനുവദിക്കുന്നത്. അന്ന് വെള്ളത്തിൻ്റെ ഒഴുക്കും അതുപോലെ തന്നെ ഗംഗാവലിയുടെ നീരൊഴുക്ക് ശക്തമാണ്. അതുപോലെ തന്നെ മണ്ണ് ഇളകി വെള്ളം ഒഴുകുന്നത് കൊണ്ട് തന്നെ ആർക്കും തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ആരും തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ തയ്യാറായിരുന്ന സമയമായിരുന്നില്ല അത്. അതിനുശേഷം രണ്ടാമത്തെ ദൗത്യം ആരംഭിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അവിടുന്ന് വണ്ടിയുടെ ജാക്കി കിട്ടുന്നത്. അപ്പോഴാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ആ ജാക്കി കിട്ടിയതിന് ശേഷം പിന്നെ രണ്ടാമതും മഴ വർദ്ധിക്കുന്നത് കാരണം ആ രക്ഷാദൗത്യം വീണ്ടും നിർത്തിവെക്കുകയും ഈശ്വർ മാൽപ്പെ അർജുൻ്റെ വീട്ടിലേക്ക് പോയി അമ്മയെ കാണുകയും അമ്മയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഇങ്ങനെ വണ്ടിയുടെ ജാക്കിയും ഡോറും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയും ഇനി തിരിച്ചു വരുന്നത് അർജുനായിരിക്കും എന്ന് ആയ അമ്മക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നത് ആ സമയത്താണ്. അങ്ങനെയാണ് ഈശ്വർ മാൽപ്പെ തിരിച്ചു പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ രക്ഷാദൗത്യം തുടങ്ങുന്ന സമയത്ത് സർക്കാർ സ്കൂബിയുടെയുള്ള മറ്റ് ഗവൺമെൻറ് മാർഗങ്ങളിലൂടെ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ഈശ്വർ മാൽപ്പയെ വിളിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം തെരച്ചിൽ തുടങ്ങിയ സമയത്ത് ഈശ്വർ മാൽപ്പെ വന്നിട്ട് എന്തുകൊണ്ട് എന്നെ തഴഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് താങ്കൾ ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണ്ട എന്നും ഗവൺമെൻറ് ആക്കിയ ആൾക്കാരുണ്ട് എന്നും താങ്കളുടെ മുഖം ഈ രക്ഷാദൗത്യത്തിൻ്റെ ഇതിൽ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾക്കും അദ്ദേഹത്തെ SPക്ക് ഫോൺ ചെയ്ത് പരാതി പറയുന്നതിന് ശേഷം മനാഫ് ഖാനൊക്കെ ബന്ധപ്പെട്ടതിന് സമയത്തും അതിനുശേഷം ഒരു വൈകുന്നേരം ഒരു 4 മണിക്കാണ് അവസാനം ഈശ്വർ മാൽപ്പെ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാമത്തെ രക്ഷാദൗത്യത്തിൽ ഏറ്റവും വേദന ഉണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വടം പൊട്ടിയതിന് ശേഷം ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന വ്യക്തി ഏകദേശം 50 മീറ്ററോളം വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടു. അത് റിപ്പോർട്ടർ ചാനൽ പോലത്തെ ലൈവായിട്ട് തന്നെ നമ്മൾ കാണുകയുണ്ടായി. വളരെ മാനസികപരമായിട്ട് പിരിമുറുക്കമുണ്ടാക്കിയ ഒരു അവസ്ഥയായിരുന്നു അത്. അതിനൊക്കെ ശേഷം അദ്ദേഹം അത്രയും നമ്മുടെ നാടിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഒരുപാട് സഹിച്ച ഒരാളാണ്. അങ്ങനെ മൂന്നാമത്തെ രക്ഷാദൗത്യത്തിലാണ് അദ്ദേഹത്തിന് അവിടുന്ന് തടിയും ഈ കയറ് കഷ്ണവും കിട്ടുന്നത്. ആ തടിയും കയറ് കഷ്ണവും കിട്ടിയപ്പോൾ തന്നെ നമുക്ക് വലിയൊരു അപവാദത്തിനൊരു വിരാമമായി. കാരണം അത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മനാഫ് ഖാൻ്റെ ലോറി മുഴുവൻ ചന്ദനത്തടിയാണ്, അതിൽ സ്വർണ്ണമാണ്, അതിൽ ഹവാല പണമാണ് എന്നൊക്കെ ആയിരുന്നു. ആ തടി കിട്ടിയ സമയത്ത് ഈശ്വർ മാൽപ്പെ അത് പൊക്കി മോൾ കൊണ്ടുവന്നത് പറയുന്നുണ്ട് അത് അക്വേഷ്യ മരമാണ്.
അങ്ങനെ അദ്ദേഹത്തിന് ഒന്നല്ല രണ്ടല്ല 20 തടി മുകളിലേക്ക് കയറ്റി നോക്കിയപ്പോൾ 20 തടിയും അക്കേഷ്യ മരമായിരുന്നു. അന്നാണ് ഇത് കള്ളക്കടത്തല്ല, ചന്ദന മരമല്ല, അക്കേഷ്യ മരമാണ് എന്ന് ജനങ്ങൾ അറിയുന്നതും. അതുപോലെ തന്നെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ അതുവരെ മനാഫ്കായും കുടുംബയും ഒരുപാട് ഏറ്റുവാങ്ങിയിരുന്ന സമയമായിരുന്നു അത്. അതിനുശേഷം ആണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ ലോറിയിലൊന്നും തന്നെ ഇല്ല, സാധാ മരമാണ് എന്നും. അതിലുള്ള സൈബർ ആക്രമണത്തിൽ നിന്ന് ചെറിയൊരു മോചനം നമ്മുടെ മനാഫ്കാക്കും കുടുംബത്തിനും കിട്ടുകയും ചെയ്തത്. അതുകൊണ്ട് ഈശ്വർ മാൽപ്പെ എന്ന വ്യക്തി കാരണം അതിനുശേഷം ഡ്രിഡ്ജിങ് കൊണ്ടുവരികയും അതുപോലെ തന്നെ മണ്ണ് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ആ വണ്ടി അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ പൊക്കിയെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം വലിച്ചു കൊണ്ടുവരുന്ന ഈ വിലാപയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈശ്വർ മാൽപ്പെ ആ വണ്ടിയിൽ തന്നെ, ആ ആംബുലൻസിൽ തന്നെ കേരളത്തിലേക്ക് വരുന്നതും നമ്മൾ കണ്ടു. അതുകൊണ്ട് നമ്മളെല്ലാവരും മനാഫ്കായെയും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തിനെയും പ്രശ്നങ്ങളൊക്കെ തീർന്നവൾ നന്നായി. അതൊക്കെ വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രവൃത്തിയുടെ പുറകിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ചീത്ത കേൾക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സൈബർ ആക്രമണം നേരിടുകയും ചെയ്ത 2 വ്യക്തികളിൽ ഒരാളാണ് ഈശ്വർ മാൽപ്പെ. അദ്ദേഹത്തെ നമ്മൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ അന്ന് അർജുൻ്റെ കുടുംബം പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈശ്വർ മാൽപ്പയ്ക്കും അതുപോലെ തന്നെ മനാഫ്കാക്കും വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് എന്നും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈശ്വർ മാൽപ്പയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഇന്നൊന്നും തുടങ്ങിയ യൂട്യൂബ് ചാനലല്ല. ഈ അർജുൻ മരണപ്പെടുന്നതിൻ്റെ ഒരുപാട് വർഷം മുന്നേ തന്നെ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് അദ്ദേഹം കിട്ടുന്ന വരുമാനം അദ്ദേഹം എന്താ ചെയ്യുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അതിശയം തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാങ്ങിയിട്ടത് 1 അല്ല 2 ആംബുലൻസുകളാണ്. പാവപ്പെട്ടവൻ്റെ കുടുംബത്തിലൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയല്ല ഉത്തരേന്ത്യ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇന്നും തന്നെ യാതൊരുവിധ യാത്രാ സൗകര്യമില്ലാത്ത ഒരു പ്രശ്നം ഇന്നുമുണ്ട്. അതോടെ നിങ്ങൾക്ക് കാണാം, സൈക്കിളിലൊക്കെ കെട്ടി മൃതശരീരം കൊണ്ടുപോകുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഈ വരുമാനം, തൻ്റെ നിത്യജീവിതത്തിൽ താൻ പണിയെടുത്തിരിക്കുന്ന പൈസ മാറ്റി വെച്ചുകൊണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം 2 ആംബുലൻസാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി വാങ്ങിയിട്ടിരിക്കുന്നത്. ആ 2 ആംബുലൻസിലാണ് ഒരുപാട് മൃതശരീരങ്ങൾ, അതുപോലെ തന്നെ വെള്ളത്തിൽ ചാടിയുള്ള ആത്മഹത്യകളായാലും അങ്ങനത്തെ ഒരുപാട് മൃതശരീരങ്ങൾ അദ്ദേഹം ആ ആംബുലൻസിൽ കയറ്റി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, അവിടുന്ന് തിരിച്ച് വീട്ടിലാക്കി കൊടുക്കുന്നു. അതുപോലെ നല്ല ഒരു വ്യക്തിത്വം, നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു വ്യക്തിത്വമാണ് ഈ കർണാടകക്കാരനായ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിനെയും ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് സ്മരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവർക്കും ജയ് ഹിന്ദ്.